ഹേയ് ഗായ്സ്, ഇന്ന് ഞാനും അവളും എഴുന്നേറ്റപ്പം തന്നെ ഏകദേശം ഒരു 2 മണിയായി കാണും. പിന്നെ നേരെ അടുക്കള ചെന്ന് നോക്കി എന്തെങ്കിലും കഴിക്കാൻ നോക്കിയപ്പോഴാണെങ്കിലോ ഒരു വകയില്ല കഴിക്കാൻ. എന്നാൽ എന്തെങ്കിലും ഉണ്ടാക്കാൻ നോക്കിയപ്പോഴാണെങ്കിലോ അതിനൊന്നുമില്ല കഴിക്കാൻ. ഇതൊക്കെ എങ്ങനെ തീർന്നെന്ന് ഞങ്ങൾക്ക് പോലും അറിയത്തില്ല. സത്യം പറഞ്ഞ സാധനങ്ങളൊന്നും ഇപ്പൊ മേടിക്കാറില്ലെന്ന് വേണം പറയാൻ. എന്താ എല്ലാത്തിനും മടിയായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ കുറച്ച് നാൾ ഞങ്ങൾക്ക് അടുപ്പിച്ച് ഡ്യൂട്ടി ആയതുകൊണ്ട് ഫുഡ് ഉണ്ടാക്കുന്നുണ്ടോ കഴിക്കുന്നുണ്ടോ എന്ന് ഞങ്ങൾക്ക് പോലും അറിയത്തില്ലായിരുന്നു. പണ്ട് വീട്ടിലായിരുന്നപ്പോൾ ഇതൊന്നും അറിയേണ്ട ഒരു കാര്യം പോലും അല്ലായിരുന്നു. എന്നാ പിന്നെ നേരെ പോയിട്ട് എന്തെങ്കിലും മേടിക്കാൻ നടത്തും. സൈക്കിൾ വന്നേ പിന്നെ ഞങ്ങൾ കൂടുതൽ അൽദി പോയി സാധനങ്ങൾ മേടിക്കും. നേരത്തെയൊക്കെ നടന്നു പോകേണ്ട സമയങ്ങളിലൊക്കെ ഞങ്ങൾ എപ്പോഴും ടെസ്കോയോ അങ്ങനത്തെ മോറിസണോ അങ്ങനെയുള്ള കടകളിൽ മാത്രമേ ഞങ്ങൾ മെയിനായിട്ട് പോകണ്ടായിരുന്നുള്ളൂ. ഇപ്പം സൈക്കിൾ വന്നേ പിന്നെ നമുക്ക് കൂടുതൽ ലാഭം എപ്പോഴും അൽദി എന്നാണ്. കാരണം ഇപ്പം നമ്മൾ ടെസ്കോ എന്നൊരു 10 പൗണ്ടിന് നമ്മളൊരു 5 സാധനം മേടിക്കുകയാണെങ്കിൽ നമ്മൾ അൽദിന്ന് ഒരു 10 പൗണ്ടിന് ഒരു 7 സാധനങ്ങൾ മേടിക്കാൻ പറ്റും. ശരിക്കും നമ്മൾ ഒരു ബൾക്ക് പർച്ചേസ് ഒക്കെ നടത്തുവാണെങ്കിൽ ഏറ്റവും നല്ലത് അൽദി പോയി സാധനങ്ങൾ മേടിക്കുന്നതായിരിക്കും. ഇത് അൽദിയുടെ പ്രൊമോഷൻ ഒന്നും അല്ല കേട്ടോ. ഇത് ശരിക്കും ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതാ. അങ്ങനെ ഞങ്ങൾ അൽദി എത്തി. അവിടെ സൈക്കിളും പാർക്ക് ചെയ്ത് ഞങ്ങൾ അകത്തോട്ട് കയറി. അകത്തോട്ട് കയറി നേരെ ചെന്നത് നമ്മുടെ ചിക്കൻ സെക്ഷൻ ആയിരുന്നു. ചിക്കൻ സെക്ഷനിൽ ഞങ്ങൾ നോക്കിയിട്ടാണെങ്കിൽ തൈസും ലെഗ്സും എനിക്ക് എപ്പോഴും മാറിപ്പോകുന്ന ഒരു കാര്യമാണ്. എപ്പോഴും ലെഗ്സ് എടുക്കണം എന്നാണോ തൈസ് എടുക്കണം എന്നാണോ എല്ലാവരും പറയുന്നതെന്ന് എനിക്ക് എപ്പോഴും കൺഫ്യൂഷൻ ആയിരുന്നു. അതെപ്പോഴും ഞാൻ ശരിയാക്കാറുമില്ല. എപ്പം ചെന്നാലും എനിക്കത് എപ്പോഴും തെറ്റിപ്പോവും. ശരിയാട്ടോ, എനിക്ക് എപ്പോഴും തെറ്റിപ്പോവും. അതെന്താന്ന് എനിക്ക് പോലും അറിയത്തില്ല. അങ്ങനെ അത് കയ്യിൽ കിട്ടി ഒരെണ്ണം എടുത്തു. ഇതെന്തായാലും ശരിയാവുമെന്ന് നോക്കാം. പിന്നെ ഞങ്ങൾ പോയത് നേരെ പഴങ്ങളുടെ സെക്ഷനിലോട്ടായിരുന്നു. കുറച്ച് പഴങ്ങൾ എടുത്തു കേട്ടോ. പിന്നെ കുറച്ച് നമ്മൾ ഈ അവക്കാടൊക്കെ നോക്കാനായിട്ട് നോക്കിയപ്പോഴാണെങ്കിലും ഞാൻ അതിന്റെ പഴുത്തോ അങ്ങനെയൊക്കെ നമ്മൾ നോക്കത്തില്ലേ. പണ്ട് മമ്മിയൊക്കെ ആണെങ്കിൽ ഇതൊക്കെ നോക്കുന്ന പറയുമ്പോൾ നമ്മൾ വിചാരിക്കും എന്താ ഇതിന് മാത്രം നോക്കാനുള്ളൂ, ഏതെങ്കിലും ഒന്ന് എടുത്തിട്ട് വരാൻ നമ്മൾ പറയുമായിരുന്നു അല്ലേ. പക്ഷെ ഇപ്പം നമ്മളൊരു കടയിൽ കയറി നമ്മൾ ആദ്യം അതിന്റെ എക്സ്പയറി നോക്കും, ചീഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കും. അതെ, പണ്ട് ഇതൊന്നും അറിയ പോലും വേണ്ടായിരുന്നു. കാലം പോയൊരു പോക്കേ. നമ്മൾ എത്ര പെട്ടെന്നല്ലേ വലുതായത്. എങ്ങനെ ഇരുന്ന് നമ്മളല്ലേ. ശരിക്കും നമ്മുടെ ചെറിയ കാലം നമുക്ക് ഒരിക്കലും ഇനി തിരിച്ചു കിട്ടത്തില്ല അല്ലേ. അതൊക്കെ ഓർക്കുമ്പോൾ നല്ല വിഷമമുണ്ട്. വിഷമിച്ചിട്ട് എന്താ കാര്യം. ഇനി ഇതൊക്കെ ചെന്നിട്ട് വേണം ഇതൊക്കെ ഒന്ന് കറി വെച്ച് കഴിക്കാനായിട്ട് എന്തെങ്കിലും. ഉം. അപ്പൊ ഓക്കെ ഗൈസ്, ഇനി ഞങ്ങൾ ഇതൊക്കെ ബില്ല് ചെയ്തിട്ട് ഞങ്ങൾ പോട്ടെ. നിങ്ങൾ എന്തായാലും എൻ്റെ വീഡിയോ കാണണം, ലൈക്ക് ചെയ്യണം, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ നമ്മൾ എന്തായാലും ബില്ല് ചെയ്തു. ഇനി ഞങ്ങൾ നേരെ വണ്ടി എടുത്ത് വീട്ടിൽ പോയിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കട്ടെ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പൊ ഞങ്ങൾ ബൈ.